നമ്മുടെ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട്. പില്ലാർ റോക്ക്. ഇവിടെ നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ടാ. നമ്മൾ ഫുഡ് കഴിച്ച വേസ്റ്റ് ഈ കൊട്ടയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലിടാൻ വന്നപ്പോൾ അവർ പറഞ്ഞ് അതിലിട്ടാൽ മതി. അപ്പോൾ എന്തായാലും 10 രൂപയാണ് ഇവിടുത്തെ ചാർജ്. നമുക്കൊന്ന് പില്ലർ റോക്ക് കാണാം. അപ്പോൾ പില്ലർ റോക്കിൽ എത്തിക്കുകയാണ്. ഇതല്ല സംഭവം കാണാനല്ലേ, വേറൊരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വല്ല ഐഡിയ ഇല്ല. അവിടെ നമുക്ക് കാണാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാറകൾ, മഞ്ഞ് മാറി നിൽക്കുന്ന 2 പാറകൾ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇവിടെ ഇപ്പോൾ ഈ മരങ്ങളൊക്കെ പൊന്തി വളർന്നുകൊണ്ട് നമുക്ക് കാഴ്ചകളെ കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മോയാർ വ്യൂ പോയിൻ്റിൽ നിന്ന് കണ്ട ആ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും കാണാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മെയിന്, 2 പാറകൾ. ആ മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് തെളിഞ്ഞു കാണും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാം, എനിക്കതൊരു ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആ മഞ്ഞ് മാറുന്നത് വരെ നോക്കിയിരിക്കലുണ്ട്. വന്നു കഴിഞ്ഞാൽ അത്രയും ഭംഗിയാണ് കാണാൻ. അത് മാഞ്ഞു പോയിട്ടാ, മഞ്ഞ് നന്നായിട്ട് വന്നിട്ട് അത് മാഞ്ഞു പോയി. ഈ ഭാഗം എന്ന് പറഞ്ഞത് പിന്നെ നമ്മളെ ഗുണ കേവിൻ്റെ ഒക്കെ ഒരു ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. നമുക്കിനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാം. ഇങ്ങനെ ഒരു യാത്രയിൽ ഞാൻ പ്രതീക്ഷിച്ച സംഭവങ്ങളിലൊന്നാണിത്. ഇത് കാണുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. മലയണ്ണാൻ ആള് നമ്മളെ തന്നെ ഇട്ട് നോക്കിയിരിക്കണേ. നല്ല ചാട്ടക്കാരനാ, ഒരു രക്ഷയുണ്ടാവില്ല. ഫോണിലെ പരമാവധി സൂമിങ് ആണ്, അത്ര ക്ലിയർ ഉണ്ടാവുള്ളൂ. മങ്ങുള്ളൊരു പശു പറഞ്ഞായിട്ട് ആരും ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും മലയണ്ണാനെ മതി. ആള് കൂടിയിട്ടാ. ബോസേ, ഇതിലുള്ള വെള്ളം കഴിഞ്ഞാണ്. അപ്പോൾ ഒരു ചെറിയൊരു അരുവി ഇവിടെ നിന്ന് കയറാട്ട് കേട്ടോ. അത് കറണ്ടിൻ്റെ കമ്പിയാണ്. നമ്മളൊരു കുറച്ച് വെള്ളം ശേഖരിച്ച് വെക്കുക. ഇപ്പോൾ നമ്മൾ നടക്കുന്നതിൻ്റെ 2 സൈഡിൽ കമ്പിവേലി കെട്ടിക്കുന്നത്. ഇത് 2 സൈഡും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. ഇവിടെ മറ്റേ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കൊള്ളി കണ്ടായിട്ട് ഒറ്റ അടി അടിക്കണ്ടല്ലോ, പന്ത്, ആ ഹോക്കി പോലത്തെ സാധനം. ഞാൻ വേറൊന്നും എനിക്കറിയില്ല. ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നല്ല ഹൈറ്റുള്ള കുതിരയാണ്. എന്തായാലും ഒന്നും സംഭവിച്ചിട്ടില്ല.